ഗായ്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഉന്നക്കായ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഉന്നക്കായുടെ അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഉന്നക്കായ, കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചെറുതും ഒരു മീഡിയം സൈസ് പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് 2 കഷ്ണാക്കിയതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ പഴങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം. ഉന്നക്കായുടെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറിയോളം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് നമുക്ക് ഒതുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയിൽ തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 4 5 ഏലക്കായ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒതുക്കിയെടുക്കാം. ഉന്നക്കായുടെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങനെ ജസ്റ്റ് ഒന്ന് വിളയിച്ചെടുക്കണം. അതിന് ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഒന്ന് ചൂടായെന്ന് കണ്ടപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതൊരു ബ്രൗൺ കളറായപ്പോൾ നമ്മൾ തേങ്ങ നേരത്തെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ തേങ്ങയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. അപ്പം നമ്മളെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ച പഴമല്ലേ, അത് വെന്തോന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ പഴം കൂടുതലൊന്നും വേവണ്ട കേട്ടോ, ഒരു മീഡിയം രീതിയിൽ വെന്താൽ മതി. കൂടുതൽ വെന്താൽ നമുക്കതിന് എന്താ പറയുക, പരത്താൻ പറ്റില്ല. കൂടുതൽ വേവ് വേണ്ട, ഇതേപോലത്തെ ഒരു രീതിയിൽ വേവിച്ചാൽ മതി കേട്ടോ. നമ്മളെ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പഴത്തിനെ 2ആയിട്ട് മുറിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത കളറില്ലേ, അതൊക്കെ ഒന്ന് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ കറുത്ത കളറും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. മിക്സിയിലത്തെ ജാറിലോ എങ്ങനെ വേണമെങ്കിലും ഇതിനൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ, എന്നെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരുത്തിയെടുക്കാൻ പറ്റുള്ളൂ. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഞാനിതിൽക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കും. അതുപോലെ 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്താൽ നല്ലൊരു ക്രിസ്പി ഇതായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. വെറും പഴമാകുമ്പോൾ അത് അല്ലാണ്ട് ഉടഞ്ഞു പോയ പോലെ ആവും കേട്ടോ. ഒരു ഇതിൽ നിൽക്കില്ല, ബലത്തിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തണം കേട്ടോ. അപ്പോൾ പരത്തണേക്കാളും മുന്നേ കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൊണ്ടാണ് കേട്ടോ അതിനങ്ങനെ പരത്തിയെടുക്കണത്. അതിനുശേഷം നമുക്ക് 1 സ്പൂണോളം ഫില്ലിങ് നിറച്ചെടുത്തിട്ട് നമുക്കതിനെ ഒന്ന് മടക്കാം കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് അതിനൊന്ന് ഷേപ്പാക്കാം കേട്ടോ. അതാണ് അതിൻ്റെ ഉന്നക്കായൻ്റെ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ഒരു പിടുത്തം പിടിക്കില്ലേ, അതേപോലെ ഒരു പിടി പോലെ ആക്കിയാൽ ഉന്നക്കായൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഫില്ലിങ് നിറച്ചിട്ട് എല്ലാതും അതേപോലെ ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലതും നമുക്ക് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇത് കാരണം കരിഞ്ഞു പോവും. ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് വൈകുന്നേരം ആണെങ്കിലും നോമ്പിനൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പഴം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളാണെങ്കിലും കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കും കൂടി ചെയ്യട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ